എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC+2 റിസൾട്ട് 2024 ഒരു വിദ്യാർത്ഥി എന്ന കമൻറ്റിൽ ചോദിച്ചൊരു ചോദ്യമാണ്. SLC+2 റിസൾട്ട് വൈകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞത് മറ്റൊരു വീഡിയോയിലാണ് ഞാൻ റിസൾട്ട് വൈകും എന്ന് കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ റിസൾട്ട് ഡേറ്റിൽ ഇനി മാറ്റം വരുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പായി തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നോട് ഇന്ന് ഒരു വിദ്യാർത്ഥി ചോദിച്ചൊരു സംശയമാണ്. SLC+2 റിസൾട്ട് വൈകുമോ? അത് ഒരു വീഡിയോയിൽ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഇനി SLC+2 റിസൾട്ട് വൈകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രി വരെ അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഡേറ്റ്. SLC റിസൾട്ട് മെയ് 8, +2 റിസൾട്ട് മെയ് 9 എന്ന് വിദ്യാഭ്യാസ മന്ത്രി വരെ ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തു, റിസൾട്ട് ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റിസൾട്ട് വൈകാനുള്ള ഒരു സാധ്യതയും തന്നെ നിലവിലില്ല. അതായത് ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി വരെ ഒഫീഷ്യലായിട്ട് SLC റിസൾട്ട് മെയ് 8, +2 റിസൾട്ട് മെയ് 9 എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യില്ല, മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാ വർഷവും മന്ത്രി ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റിലാണ് റിസൾട്ട് വരുന്നത്. ഈ വർഷവും മെയ് 8-ന് SLCയും മെയ് 9-ന് +2 റിസൾട്ടും എന്തായാലും തന്നെ ഉണ്ടാകും. ആ ഡേറ്റിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ആ വിദ്യാർത്ഥി പറഞ്ഞൊരു വീഡിയോയിൽ വൈകുമെന്ന് കണ്ടു. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എന്ത് ചെയ്തത് ചോദിച്ചത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, റിസൾട്ട് വൈകില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. തീർച്ചയായും SLC റിസൾട്ട് മെയ് 8-നും +2 റിസൾട്ട് മെയ് 9-നും തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.